ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റോടെ തുടങ്ങാം. എന്നിട്ട് അങ്ങനെ ഇൻട്രസ്റ്റിൽ പോകുന്ന ബിസിനസ് ഒരു നാളെ കേൾക്കുക അത് പൂട്ടിപ്പോയി അല്ലേ. അങ്ങനെ കുറേ അനുഭവം ഉണ്ട് എനിക്കൊക്കെ. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ എക്സൈറ്റിംഗ് ആവുന്ന കുറേ പാർട്ടുകളുണ്ട്, ബോറിംഗ് ആയിട്ടുള്ള കുറേ പാർട്ടുകളുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകളാണ് ശരിക്കും നമ്മളെ പ്രൊഡക്റ്റ് അടിപൊളിയാക്കാനുള്ള ശ്രമം അല്ലേ. പിന്നെ അതേപോലെ തന്നെ സർവീസ് ആണെങ്കിൽ ആ സിസ്റ്റംസ് ഒന്നും കൂടെ മെച്ചപ്പെടുത്തുക, നിലവിൽ കൊടുക്കുന്ന സർവീസിനെക്കാട്ടിയും കുറച്ചും കൂടെ അടിപൊളി സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറകെ പോകുക എന്നുള്ളൊരു സംഭവം. പക്ഷെ ബോറിംഗ് ആയിട്ടുള്ള കുറേ പാർട്ടുകളുണ്ട്. അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്, ടീമിനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ തന്നെ അതോടെ ഇങ്ങനെ റൺ ചെയ്യുന്നൊരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ എന്താണ് കുറേ സിസ്റ്റംസ് സെറ്റ് ചെയ്യണം, മാനേജേഴ്സിനെ ഹയർ ചെയ്യണം, നമ്മൾ ഇടപെടാതെ തന്നെ അവിടെ കുറേ കാര്യങ്ങൾ നടക്കണം. ഇത് ശരിക്കും ബോറിങ് പരിപാടിയാണ്. മെയിൻ ബോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിസ്റ്റം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ സിസ്റ്റം ആക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഏരിയ നമ്മൾ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ക്യാപ്പബിലിറ്റിക്ക് കുറച്ച് താഴെയുള്ളൊരു സാധനമേ നമ്മൾ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു മെയിൻ ബോറിംഗ് ആണ്. രണ്ടാമത്തത്, നമ്മളില്ലാതെ ബിസിനസ് റൺ ആവുന്നൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കുറേ കുറേ എഫേർട്ട് ഇടണം, കുറേ ഫെയിലിയേഴ്സ് സംഭവിക്കും, കുറേ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് വല്ലാതാണ് പോകില്ല. ഇങ്ങനെയാണ് മെയിൻ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫേർട്ട് നമ്മൾ ഇടാൻ തയ്യാറാവണം. എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറകെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കേൾക്കുന്ന സമയത്ത് ഇവരെന്താ പറഞ്ഞെന്ന് തോന്നും, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. രണ്ട് കേസ് ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാരിൽ തന്നെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കുറേ പോകുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കൺസിഡർ ചെയ്യുക. എന്തിനാണ് നമ്മളിത് പോകുന്നത്? ഇതൊരു ബിസിനസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നമ്മളില്ലാത്തൊരു കണ്ടീഷനിൽ റൺ ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും ആ ബിസിനസ് അവിടെ നടക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് അതൊന്ന് കൺസിഡർ ചെയ്യുക. ഇനി അതല്ലാതെ കേൾക്കുന്ന ആൾക്കാർ ഓൾറെഡി ഈ സിസ്റ്റം മേക്കിങ്ങിലാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രോസസ്സിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ട് ശരിക്കും വർത്ത് അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളെ പേ ചെയ്യും. ഇറ്റ് വിൽ പേ യു ലേറ്റർ എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു എഫേർട്ട് എടുത്ത ആൾക്കാരാണ് ഈ രത്തൻ ടാറ്റയും ഈ യൂസുഫ് അലിക്കും ടാറ്റ, അംബാനി, ബിർള, ഇവരൊക്കെ ശരിക്ക് സിസ്റ്റം ഉണ്ടാക്കാൻ പഠിച്ച ആൾക്കാരാണ്. നമ്മൾ ഓൺസ് ഇത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺസ് നമ്മളില്ലാത്ത ലെവലിൽ ഇല്ലെങ്കിലും ആ ബിസിനസ് റൺ ചെയ്യുന്ന കണ്ടീഷനിലേക്ക് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫ്രാഞ്ചൈസ് മോഡൽ അങ്ങനെയൊക്കെ ആ ലെവലിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബിസിനസ്സുകൾക്ക്, നമുക്ക് പരിചയമില്ലാത്ത ബിസിനസ്സിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. നമ്മൾക്ക് ആ ബിസിനസ്സിൽ കുറേ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നൊന്നുമില്ല, എന്നാൽ പോലും ഇപ്പോൾ ടാറ്റക്കൊക്കെ ഇല്ലാത്ത ബിസിനസ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വെച്ചാൽ ആ ഒരു പ്രോസസ്സ് അവർ പഠിച്ചു കഴിഞ്ഞു. അതൊരാളെന്നുള്ളതായിരിക്കില്ല, ആ ഒരു ടീം അതിന് ആ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഇൻഡസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം. അപ്പോൾ പറഞ്ഞു വന്ന് എത്രേ ഉള്ളൂ, നിങ്ങളൊരു സിസ്റ്റം പ്രോസസ്സിലാണെങ്കിൽ അത് കുറച്ച് ബോറിംഗ് ആണെങ്കിലും അത് വർത്തായിട്ടുള്ളൊരു കാര്യമാണ്.